എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അന്തംഗമികളെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതായത് പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ദർശനം നടത്തി. അതായത് ഇന്നലെ രാവിലെ 6 മണിക്കാണ് ദർശനം നടത്തിയത്. കുടുംബസമേതം, അതായത് ഭാര്യ ഉണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു, പിന്നെ 1-2 ബന്ധുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് അവിടെ ദർശനം നടത്തിയത്. അപ്പോൾ ഈ വാർത്ത എങ്ങനെയാണ് പുറത്തു വന്നത്? അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് വിവേക് കിരൺ ഗുരുവായൂർ സന്ദർശനം നടത്തിയത്. പക്ഷേ പൊടുന്നനെ അവിടെ ജനൻ ടിവിയുടെ ഒരു റിപ്പോർട്ടർ, ഗുരുവായൂർ റിപ്പോർട്ടർ സുനി എന്ന് പറയുന്ന ഒരാൾ അവിടെ വരികയും ഫോട്ടോ എടുക്കുകയും ചെയ്യും. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് ബലം പ്രയോഗിച്ച് ഇയാളുടെ ക്യാമറയിൽ നിന്ന് ഈ വിഷ്വൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവിടെ അയാൾ ഡിലീറ്റ് ചെയ്യാൻ വിസമ്മതിച്ചു. അപ്പോൾ നാട്ടുകാർ കൂടുന്നു, അത് ചർച്ചയാവുന്നു, 4 ആൾ അറിയുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു കാര്യം പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനാണ് ഇവിടെ ദർശനത്തിന് വന്നത് എന്ന് നാട്ടുകാർ മൊത്തം അറിയുന്നു. ശരിക്കും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതിലൂടെ ഞാൻ വരാം. പക്ഷേ ഏത് കോണ്ടെക്സ്റ്റിലാണ് പിണറായി വിജയൻ്റെ മകൻ ഇവിടെ ഗുരുവായൂർ ദർശനം നടത്താനുണ്ടായ കാരണം എന്താണ്? അത് നമുക്കറിയാം. മുമ്പ് തന്നെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ ഗുരുവായൂർ വരികയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടക്കുവേളിയിൽ അവിടുന്ന് ദേവസ്വം ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു, അവിടെയാണോ ഈ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് കൈ ചൂണ്ടി ചോദിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അത് കേരളം ഒന്നടങ്കം എന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ തീരെ ദൈവവിശ്വാസമില്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൻ ഗുരുവായൂർ പോകുക എന്ന് വെച്ചാൽ തീരെ നമുക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്തംഗമികൾക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മതം, ദൈവം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഇടാനുള്ള കാര്യമാണ്. അത് മറ്റുള്ളവർ ഇതിനെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് അവർ പേറിക്കൊണ്ട് നടക്കുന്നത്. ശരിക്കും സത്യത്തിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത്തരം ഈ ഈശ്വര വിശ്വാസമില്ലായ്മ, ഈ ദൈവം ഇല്ലാത്ത ആ ഒരു കൺസെപ്റ്റ് അണികൾക്ക് മാത്രമേ ഉള്ളൂ. അണികൾക്ക് മാത്രമാണ് അവർ അടിച്ചേൽപ്പിക്കുന്നത്. നേരെ മറിച്ച് ടോപ്പിലിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കളെല്ലാം ശബരിമലയിൽ പോകുന്നു, ഗുരുവായൂർ പോകുന്നു, മൂകാംബികയിൽ പോകുന്നു, വ്രതമെടുക്കുന്നു. അവർ എല്ലാ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും ഫോളോ ചെയ്യുന്നവരാണ്. അവർ വീട്ടിൽ ഗണപതി യോഗം നടത്തുന്നു. നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ പോലത്തെ ആൾക്കാരൊക്കെ കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കറിയാത്ത പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ അണികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് കണ്ണൂരുമായി ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാരും, കണ്ണൂരിലെ ആൾക്കാർ ഒരു വികാരമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ വീട്ടിൽ ആ തെയ്യം കെട്ടിയാടാറുണ്ട്. അപ്പോൾ അങ്ങനെ തെയ്യം കെട്ടിയാടിയതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരുപാട് ഉദാഹരണം കണ്ണൂരിൽ തന്നെ, പാർട്ടി കോട്ടയായ കണ്ണൂരിൽ തന്നെ. പിന്നെ അത് മാത്രമല്ല, വീടിൻ്റെ ഗൃഹപ്രവേശന സമയത്ത് ഗണപതി ഹോമം കഴിച്ചതിൻ്റെ പേരിൽ പല പാർട്ടി നേതാക്കന്മാരും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മകൻ, അതായത് തലമുതിർന്ന നേതാവ്, ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയുള്ള ഏക മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയൻ മകനാണ് വിവേക് കിരൺ ഗുരുവായൂർ സന്ദർശനം നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവേകിൻ്റെ സന്ദർശനം പിണറായി വിജയൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന്. അതായത് കണ്ണൂരിലെ പ്രമുഖ ജ്യോതിഷിയെ കണ്ടു, അതായത് ഓൺലൈനായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ, അതായത് പാപപരിഹാര ക്രിയകളായിട്ട് കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അത് ആ ജ്യോതിഷി എന്നാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായ ജ്യോതിഷിയാണ് മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോതിഷി. അതായത് കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. കണ്ണൂർ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൗതം അദാനി അദ്ദേഹത്തിനെ കാണാൻ വരാറുണ്ട്. സാക്ഷാൽ അമിത്ഷാ വന്നിട്ടുണ്ട്. അമിത്ഷായുടെ മകൻ ജയ്ഷാ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യന്മാരടക്കം കാണാൻ വരുന്ന ഒരാളാണ് ഈ മാധവ പൊതുവാൾ. ചില സമയത്ത് ഈ മാധവ പൊതുവാളെ എല്ലാ ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ നേരെ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവർ വീട്ടിൽ വെച്ചിട്ട് ഇത്തരം ജ്യോതിഷം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല പല പൊളിറ്റീഷ്യൻസും. അതിൽ പല പല ഹൈ പ്രൊഫൈൽ കോൺഗ്രസ്സുകാർ ഉണ്ട് എന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട്. നേരത്തെ MV ഗോവിന്ദൻ, അതായത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ മാധവ പൊതുവാളെ കണ്ടിരുന്ന വിവാദമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ വന്ന കാര്യമാണ്, ഒരുപാട് ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ്മാർ ഇദ്ദേഹത്തിന് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് അടക്കം കൊടുത്ത് ഡൽഹിയിലൊക്കെ കൊണ്ടുപോയിട്ട് ജ്യോതിഷ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അത്തരം വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അച്ചട്ടയാണ്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പരിഹാര ക്രിയകൾ ചെയ്തിട്ട് പല ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അന്ന് പുറത്തുനിന്നൊരു കാര്യം, ഈ MV ഗോവിന്ദൻ ഈ മാധവ പൊതുവാളെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയ നിർദ്ദേശമായിരുന്നു, അതായത് അനാവശ്യമായിട്ട് വാ തുറക്കരുത്. അതായത് ഒരു കാര്യം പറയുമ്പോൾ, ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോൾ 100 വട്ടം ആലോചിക്കണമെന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത് സത്യമാണ്. അതിനുശേഷമാണ് ഈ ഒരു വലിയ ജാഥ നയിക്കുന്ന MV ഗോവിന്ദൻ നമ്മുടെ അപ്പം ഗോവിന്ദനിലെ പേര് വീഴുന്നു. അതായത് കൂറ്റിനാടുന്ന അപ്പം എറണാകുളം പോയി വിൽക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ട്രോൾ ഉണ്ടായിരുന്നല്ലോ, ട്രോൾ മെറ്റീരിയലായി മാറി. അപ്പോൾ നാക്കിൻ്റെ ആ ഒരു പിഴവ് കൊണ്ടാണ് MV
ഗോവിന്ദൻ ട്രോൾ മെറ്റീരിയൽ ആയത്. അന്ന് തന്നെ മാധവ് പൊതുവാൾ നിർദ്ദേശം നൽകിയിരുന്നു, ആ ഒരു കാര്യം ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ 100 വട്ടം ചിന്തിക്കണം, അനാവശ്യമായിട്ട് ഇങ്ങനെ പറയരുതെന്ന്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, അത്രയും അത് സത്യമായി, അതായത് കാലം തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമാണെന്ന്. അപ്പോൾ എന്ത് തന്നെയാലും അപ്പോൾ ഇത്തരം ആളുകൾ വലിയ രീതിയിൽ വിശ്വാസം ഉള്ള ഒരാളാണ് ഈ മാധവ് പൊതുവാൾ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് കോണ്ടക്സ്റ്റിലാണ് പിണറായി വിജയൻ പൊടുന്നിനെ ഈ മാധവ് പൊതുവാളുമായിട്ട് ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നു, കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നു? അത്തരത്തിലുള്ള കാര്യത്തിന് പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഇലക്ഷന് നേരിടാൻ പോകുന്നതിന് മുന്നേ തന്നെ, അതായത് പിണറായി വിജയൻ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാകാം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചില പ്രാർത്ഥനകൾ അദ്ദേഹം നേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജ്യോതിഷയുടെ നിർദ്ദേശപ്രകാരം മകനെ വിട്ടിട്ട് ഗുരുവായൂർ സന്ദർശനം നടത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിന് ആധികാരികമായ തെളിവുകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നേരത്തെ ഇങ്ങനെ തന്നെയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരം ചർച്ചകൾ വരും, പിന്നീട് അത് മെയിൻ സ്ട്രീം വാർത്തയായിട്ട് പുറത്തും വരും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ അധികം എന്താ പറയുക, ഇവർ തമസ്കരിക്കാൻ ഇവർ ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അവിടെ ഗുരുവായൂർ ചെന്നതിന് ശേഷം വിവേക് കിരൺ വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ മുഴുകി ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് കൺകുളിർക്കെ കണ്ടു. അവിടുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലി എന്നുള്ള ചില ആൾക്കാരും അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പരിഹാരക്രിയയുടെ ഭാഗമായിട്ട്. അപ്പോൾ എന്തിനാണ് നല്ല കാര്യം തന്നെയാണ്. ഇതിനെ ആരും അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരാളുടെ മകന് ഈശ്വരവിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധ ബുദ്ധി പിടിക്കരുത്. അത് എന്താ പറയണ്ടത്, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഈശ്വരനെ അംഗീകരിക്കാം, ഈശ്വരനെ ഇല്ല എന്ന് പറയാം, ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ മുഴുകാം. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അച്ഛൻ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് മകനെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ വ്യത്യസ്തമാകുന്ന അതീവ രഹസ്യമായിട്ട് വന്നതാണ്. അതിൽ നമുക്കറിയാം വിവേക് കിരൺ ഇതുവരെ ഇത്തരം കോൺട്രവേഴ്സികളൊന്നും പെടാത്ത ഒരാളാണ്. അദ്ദേഹം ദുബായിൽ ബിസിനസ് ചെയ്യുന്നു, അതായത് അവിടുത്തെ ഒരു മൾട്ടിനാഷണൽ ബാങ്കിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ മാത്രമല്ല അവിടെ ചില ബിസിനസ്സുകൾക്ക് ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ആരും ഇന്ത്യൻ പൊളിറ്റിക്സിലോ കേരള പൊളിറ്റിക്സിലോ ഒന്നും ഇടപെടാൻ വരാത്ത ഒരാളാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങനെ ഗുരുവായൂർ വന്നുകൂടാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം അച്ഛൻ അവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വെച്ച് നീട്ടിയ ഒരു ചോദ്യമുണ്ട്. അതായത് അന്ന് അത് വളരെ പ്രശസ്തമാണ്, ഇന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ തീരെ വിശ്വാസമില്ലാത്ത ഒരാളും ഈ ഇലക്ഷൻ്റെ കോണ്ടക്സ്റ്റിൽ തന്നെ, ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ നാളുകൾ മാത്രം ബാക്കി നിൽക്കെ വിവേക് കിരൺ എന്തുകൊണ്ട് ഗുരുവായൂർ പോയി ഇത്തരം പ്രാർത്ഥനകൾ നടത്തി, വിഷ്ണു സഹസ്രനാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൊല്ലി എന്നുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് വിവാദം ആവുന്നത്. അല്ലെങ്കിൽ അത് വിവാദമാവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ മൂത്ത മകൻ ബിനോയ് കോടിയേരിയുടെ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ശബരിമല സന്ദർശനം നടത്തിയിട്ടുണ്ട്, മൂകാംബിക സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഇതേ ഗുരുവായൂർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരും നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കോണ്ടക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ആൾക്കാർ വിവാദമാക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ വിവേക് കിരൺ ഗുരുവായൂർ സന്ദർശിച്ചത് സാക്ഷാൽ പിണറായി വിജയന് വേണ്ടിയാണ്. അത് കണ്ണൂരിലെ പ്രമുഖ ജ്യോതിഷി മാധവ പൊതുവാൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇലക്ഷനെ നേരിടുന്നതിന് മുന്നേ തന്നെ വലിയ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തരക്കേടില്ലാത്ത ഭരണം തന്നെയായിരുന്നു. അത് ഒരു വലിയ കുറ്റം പറയാൻ പറ്റാത്ത ഒരു ഭരണം തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭരണമില്ലാത്തൊരവസ്ഥ പിണറായി വിജയൻ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം ഇങ്ങനെ എന്താ പറയുക ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ അഭയം പ്രാപിക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത്. എന്തിനായാലും പിണറായി വിജയൻ നല്ല മനസ്സുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.